ഇപ്പോൾ 25 നീറ്റിൻ്റെ പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു നീറ്റ് ആസ്പയറൻസിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ ലെക്ചർ നോട്ട് നല്ല ഓർഡറായിട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും ഇക്വേഷൻ ബുക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിന് പാരലായിട്ട് തന്നെ കൊണ്ടുപോകും. അത് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ശരിയാ, എക്സാമിൻ്റെ ടൈമിൽ എഴുതാൻ തുടങ്ങിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ പഠിക്കുന്നത് NCERT ഓറിയൻറ്റഡ് ആയിരിക്കുക. കാരണം ഔട്ട് ഒന്നും പഠിക്കാണ്ടിരിക്കുക. കാരണം 2016 ശേഷം ഔട്ട് പഠിക്കുന്ന ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. എത്ര ചെറിയ ഡൗട്ടാണെങ്കിലും നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതാവുക. അതുപോലെ തന്നെ തിയറിക്കും ന്യൂമറിക്കലും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ ബാക്കി പാർട്ടിൽ നമ്മൾ മാർക്ക് അങ്ങനെ തന്നെ കുറയും. അതുപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബുക്ക് ചെയ്യുന്നതിന് പകരം ഒരു ഗൈഡ് പലവട്ടം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുന്നേ എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വീണ്ടും അടുത്ത എക്സാം വരുമ്പം റിവൈസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും തിയറി പഠിക്കുകയാണെങ്കിലും ഒക്കെ ഒരു കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുക, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എല്ലാത്തിനേക്കാളുപരി ഇതൊന്നും നിങ്ങളെ സ്ട്രെസ് ചെയ്യാണ്ട് നോക്കുക. കാരണം നിങ്ങൾ സ്ട്രെസ്സായാൽ നിങ്ങൾ പഠിക്കുന്ന കൂടി ഇല്ലാണ്ടാവും, നിങ്ങൾ പഠിച്ചതില്ലാണ്ടാവും. ഹെൽത്താണ് പഠിത്തത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഹെൽത്ത് ശ്രദ്ധിക്കുക, അപ്പോൾ തന്നെ നിങ്ങളെ പഠിത്തം ഒരുപാട് ഉഷാറാവും. അപ്പം ഇതാണ് നമ്മളെ 10 കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നീറ്റ് ആസ്പയറൻറ്റ് ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 2025 നീറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.